നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷെഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈക്കോടതിയിൽ റുവൈസ് നൽകിയ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം ഷെഹ്ന സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന റുവൈസിന്റെ മൊഴി പോലീസ് തള്ളി. ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തിയ ചിത്രങ്ങളും പോലീസ് കോടതിയിൽ നൽകി. നേരത്തെ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നും റുവൈസ് ആരോപിച്ചു. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഉയരുന്നു. 292 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 2041ആയി. ചൊവ്വാഴ്ച 2 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ ആകെ കോവിഡ് കേസുകളിൽ 88%-ലധികവും കേരളത്തിലാണ്. 7 മാസത്തിനിടയിലെ പ്രതിദിന കേസുകളിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ആശുപത്രികളിൽ 3 മാസം കൂടുമ്പോൾ മോക്ക് ഡ്രില്ലുകൾ നടത്തണമെന്നും ആശങ്കയുടെ ആവശ്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കോവിഡ് വകഭേദം JN1 രാജ്യത്ത് സ്ഥിരീകരിക്കുകയും കേരളത്തിലടക്കം രോഗികളുടെ എണ്ണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയെന്നും കോവിഡ് കേസുകൾ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെതിരെയുള്ള പരാമർശത്തിൽ LDF കൺവീനർ EP ജയരാജനെതിരെ ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടലൂരാണ് കായംകുളത്ത് ആക്രമിക്കപ്പെട്ടത്. ജയരാജന്റെ പ്രസ്താവന ഭിന്നശേഷിക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. MP-മാരുടെ സസ്പെൻഷനിൽ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സോണിയാഗാന്ധി. മോദി സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കുകയാണെന്നും നടപടികളിൽ ഭയപ്പെടാതെ ഇനിയും സത്യം പറയുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ MP-മാരുടെ കൂട്ട സസ്പെൻഷൻ ന്യായീകരിച്ച് BJP MP-യും നടിയുമായ ഹേമ മാലിനി. പ്രതിപക്ഷ MP-മാർ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചെന്നും വിചിത്രമായി പെരുമാറിയെന്നും അവർ പറഞ്ഞു. തൊട്ടു പിന്നാലെ BJPക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇരു സഭകളിലുമായി 141 പ്രതിപക്ഷ MP-മാരെയാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തത്. പൊതുജനങ്ങളുടെ സുരക്ഷയും അടിയന്തര സാഹചര്യവും കണക്കിലെടുത്ത് ടെലികോം നെറ്റ്വർക്കുകൾ സർക്കാരിന് പിടിച്ചെടുക്കാനുള്ള കരട് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. ഇതോടെ പൊതുസുരക്ഷ മാനിച്ച് വ്യക്തികൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നത് നിർത്തിവെക്കാൻ സർക്കാരിനാകും. നിലവിലെ നിയമങ്ങൾക്ക് ഏറെ പഴക്കമുള്ളതിനാൽ പുതിയ നിയമം വേണമെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയോഗ്യനാണെന്നുള്ള കൊളറാഡോ സുപ്രീം കോടതി വിധി ട്രംപിന് തിരിച്ചടിയായി. കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിന് മാത്രമാണ് അയോഗ്യത. 2021 ജനുവരിയിൽ US ക്യാപിറ്റോളിന് നേർക്ക് ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തെ തുടർന്നാണ് നടപടി. US ചരിത്രത്തിൽ ഇത്തരത്തിൽ വിലക്ക് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ്. അതേസമയം വിധി ന്യൂനതകളുള്ളതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ട്രംപിന്റെ പ്രചരണ വിഭാഗം വിമർശിച്ചു.